നമസ്കാരം. ഇന്ത്യയുടെ തീരുമാനങ്ങൾക്ക് മുന്നിൽ പതറി ആകെ വിറളി പിടിച്ച അവസ്ഥയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഭീഷണി മുഴക്കി ഇന്ത്യയെ തങ്ങളുടെ വഴിക്ക് കൊണ്ടുവരാമെന്ന ട്രംപിന്റെ മോഹം അങ്ങ് മാറ്റിവെക്കുന്നതാണ് നല്ലത്. കാരണം ട്രംപിന്റെ ഒരു ഭീഷണിക്ക് മുന്നിലും മുട്ടുമടക്കാൻ ഇന്ത്യക്ക് മനസ്സില്ല, അല്ലെങ്കിൽ അതിന്റെ ആവശ്യവുമില്ല. പിന്നിൽ നിന്ന് കുത്തുന്ന ട്രംപിന്റെ നിലപാട് ഒരുപാട് ഇന്ത്യ കണ്ടതാണ്. എന്തായാലും ഇപ്പോ ഇന്ത്യക്കുമേൽ ഭീഷണിയുമായി ഇറങ്ങിയിരിക്കുകയാണ് മണ്ടൻ ട്രംപ്. റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നത് തുടർന്നാൽ തീരുവ വീണ്ടും വർദ്ധിപ്പിക്കുമെന്നാണ് ട്രംപിന്റെ വക മുന്നറിയിപ്പ്. ഉക്രൈൻ യുദ്ധം പരാമർശിച്ചാണ് ട്രംപിന്റെ ഭീഷണി എത്തിയത്. ഉക്രൈനിൽ അധിനിവേശം നടത്തുന്ന റഷ്യയുമായി ഇന്ത്യ അടുത്ത നയതന്ത്ര ബന്ധവും വ്യാപാര ബന്ധവും തുടരുന്നതാണ് ട്രംപിനെ ആകെ അസ്വസ്ഥനാക്കുന്നത്. തന്റെ ഉടമസ്ഥതയിലുള്ള സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇന്ത്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് 25% തീരുവ ചുമത്തുമെന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചതിന് ദിവസങ്ങൾക്ക് അകമാണ് വീണ്ടും താരിഫ് വർദ്ധിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേസമയം തീരുവ എത്ര വർദ്ധിപ്പിക്കുമെന്നത് അടക്കമുള്ളത് വിശദാംശങ്ങൾ നൽകിയിട്ടില്ല. റഷ്യൻ എണ്ണ ഇന്ത്യ വൻതോതിൽ വാങ്ങിക്കുന്നു എന്നതു മാത്രമല്ല, വാങ്ങിയ എണ്ണയുടെ ഭൂരിഭാഗവും അമിത ലാഭത്തിന് വിപണിയിൽ വിൽക്കുകയാണ്. ഇക്കാരണത്താൽ ഇന്ത്യ അമേരിക്കയ്ക്ക് നൽകുന്ന താരിഫ് ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന്. എത്ര പേരെ റഷ്യ യുക്രൈനിൽ നിന്നും കൊന്നൊടുക്കുന്നു എന്നത് ഇന്ത്യക്ക് വിഷയമല്ല എന്നതും. അതേസമയം ട്രംപിന്റെ ഭീഷണിക്ക് കൃത്യമായ മറുപടിയാണ് ഇന്ത്യ നൽകിയത്. റഷ്യയുമായുള്ള അമേരിക്കയുടെ വ്യാപാര ബന്ധത്തിന്റെ കണക്കുകൾ നിരത്തിയാണ് ഇന്ത്യ ട്രംപിന്റെ ആരോപണങ്ങളെ പ്രതിരോധിച്ചത്. വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ആണ് ഈ വിഷയത്തിൽ ട്രംപിന് മറുപടി നൽകിയത്. ആണവ വ്യവസായത്തിനായുള്ള യുറേനിയം, ഹെക്സാഫ്ലൂറൈഡ്, വൈദ്യുത വ്യവസായത്തിനുള്ള പലേഡിയം, വളങ്ങൾ, രാസവസ്തുക്കൾ എന്നിവ അമേരിക്ക റഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നുണ്ടെന്നും ജയ്സ്വാൾ വ്യക്തമാക്കി. ഉക്രൈൻ യുദ്ധം ആരംഭിച്ചതു മുതൽ യുഎസും യൂറോപ്യൻ യൂണിയനും ഇന്ത്യയെ ലക്ഷ്യം വെക്കുകയാണ്. റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്തതിന്റെ പേരിലാണ് ഇത് ന്യായീകരിക്കാവുന്നതല്ല. ഏതൊരു സമ്പദ് വ്യവസ്ഥയും പോലെ ഇന്ത്യയും അതിന്റെ ദേശീയ താൽപര്യങ്ങൾക്കും സാമ്പത്തിക സുരക്ഷയും സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. യുഎസും യൂറോപ്യൻ യൂണിയനും റഷ്യയുമായുള്ള വ്യാപാര ബന്ധത്തിന്റെ വിശദാംശങ്ങൾ ജയ്സ്വാൾ പരസ്യപ്പെടുത്തി. 2024 റഷ്യയുമായുള്ള യൂറോപ്യൻ യൂണിയന്റെ ഉഭയകക്ഷി വ്യാപാരം 67.5 ബില്യൺ യൂറോയാണ്. റഷ്യയുമായുള്ള ഇന്ത്യയുടെ മൊത്ത വ്യാപാരത്തെക്കാൾ ഇത് വളരെ കൂടുതലാണ്. ഈ വിഷയത്തിൽ അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയന്റെയും ഇരട്ടത്താപ്പ് അംഗീകരിക്കാൻ കഴിയില്ലെന്നും ജയ്സ്വാൾ കൂട്ടിച്ചേർത്തു. ഊർജം, വളങ്ങൾ, ഖനന ഉൽപ്പന്നങ്ങൾ, രാസവസ്തുക്കൾ, ഇരുമ്പ്, ഉരുക്ക്, യന്ത്രങ്ങൾ, ഗതാഗത ഉപകരണങ്ങൾ എന്നിവയാണ് യൂറോപ്യൻ യൂണിയൻ റഷ്യയിൽ നിന്ന് വാങ്ങുന്നത്. അതേസമയം ഉയർന്ന താരിഫിനെ പ്രതിരോധിക്കാൻ സ്വദേശി ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ആഹ്വാനം ചെയ്തിരുന്നു. ഉത്തർപ്രദേശിലെ വാരണാസിയിൽ പൊതുസമ്മേളനത്തിൽ സംസാരിക്കവെയാണ് ഇന്ത്യയുടെ നിർജീവ സമ്പദ് വ്യവസ്ഥയാണെന്ന ട്രംപിന്റെ വിവാദ പ്രസ്താവനയോട് മോദി പ്രതികരിച്ചത്. ഇന്ത്യ ലോകത്തെ 3ാമത്തെ സാമ്പത്തിക ശക്തിയാകാനുള്ള പാതയിലാണ്. രാജ്യത്തിന്റെ സാമ്പത്തിക താൽപര്യം പ്രധാനമാണ്. ഈ യാത്രയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് രാഷ്ട്രീയ പാർട്ടികളടക്കം സ്വദേശി ഉൽപ്പന്നങ്ങൾ വിപ്ലവത്തിനായി ഒന്നിച്ചു നീങ്ങണം. സ്വന്തം ഉൽപ്പന്നങ്ങൾക്ക് മുൻഗണന നൽകേണ്ട സമയമാണിത്. ഓരോ പാർട്ടിയും, നേതാക്കളും പൗരന്മാരും തദ്ദേശീയ ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ പ്രവർത്തിക്കണമെന്ന് മോദി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച